നെതന്യാഹു ആണെങ്കിൽ അദ്ദേഹം അധികാരത്തിലിരുന്ന കാലത്തൊക്കെയും ഇറാനെ ആക്രമണിക്കുമെന്ന് ശക്തമായ നിലപാടെടുത്തുകൊണ്ടിരുന്ന ആളാണ്. ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് അവിടുത്തെ ന്യൂക്ലിയർ സൈറ്റ്സ് വെർ ഒബ്ലിറ്ററേറ്റഡ് എന്നായിരുന്നു. നാമാവശേഷമാക്കി കഴിഞ്ഞു ന്യൂക്ലിയർ സൈറ്റുകളെല്ലാം. 2 ആഴ്ചയ്ക്കുള്ളിൽ ന്യൂക്ലിയർ ആയുധങ്ങൾ ഇവരുണ്ടാക്കുമെന്ന് ഇസ്രായേൽ പറഞ്ഞു തുടങ്ങിയിട്ട് പതിറ്റാണ്ടുകളായി. ഇവിടെ ഇറാൻ ചെയ്യാതിരുന്ന ഒരു കാര്യം ഇത്ര വർഷങ്ങളായിട്ടും ന്യൂക്ലിയർ ആയുധങ്ങൾ ഉണ്ടാക്കാതിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ മുല്ലമാർ പ്രായോഗികമല്ലാത്ത നിലപാടുകൾ സ്വീകരിച്ചതിൻ്റെ ഫലമായിട്ടാണ് ആണവായുധം നിർമ്മിക്കാത്തതെന്നും അതിൻ്റെ ഫലമായിട്ട് സാധാരണക്കാരായ ഇറാനിയൻ പട്ടാളക്കാർ മരിച്ചു വീണുകൊണ്ടിരിക്കുകയാണ് എന്നുമാണ് ആ ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തോട് പറഞ്ഞതെന്നാണ് പറയുന്നത്. ഇപ്പോൾ സദാം ഹുസൈൻ ആണവായുധം ഉണ്ടാക്കിയില്ല, അദ്ദേഹത്തിന് എന്താ സംഭവിച്ചതെന്ന് നമുക്കറിയാം. ഇപ്പോൾ വെനസ്വേലയിൽ മഡൂരോയ്ക്ക് എന്താ സംഭവിച്ചതെന്നറിയാം. ആണവായുധമില്ലാത്ത രാജ്യങ്ങളെല്ലാം ഇവർ ഇല്ലാതാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ്. ഈ ചൈനയുടെ ഊർജ്ജ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണ് ഇറാൻ ആക്രമിക്കുക എന്നുള്ളത്. റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഇറാൻ വളരെ പ്രധാനപ്പെട്ട ഒരു പാർട്ണറാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ എണ്ണയ്ക്ക് മേലുള്ള ഒരു ആധിപത്യമാണ്. ലോകത്തെ ഭരിക്കുന്നത് ഇന്ന് ഈ എണ്ണയാണ്. എണ്ണയുടെ വിലയും എണ്ണയുടെ കയറ്റുമതിയൊക്കെ അനുസരിച്ചാണ് ഇരിക്കുന്നത്. സദ്ദാം ഹുസൈൻ ലോകത്തിലെ ഏറ്റവും ഭീകരനും ക്രൂരനുമായിട്ടുള്ള ഏകാധിപതിയായിട്ടാണ് ഇവർ ചിത്രീകരിച്ചത്. ഇപ്പോൾ സിറിയയിൽ എന്താ സംഭവിച്ചത്? സിറിയയിലൊരു സെക്യുലർ ആയിട്ടുള്ള ഒരു ഭരണാധികാരിയെ പുറത്താക്കിയിട്ട് അവിടെ ഒരു മത ഫനാറ്റിക് ആയിട്ടുള്ള ഒരാളെന്നല്ല, തീവ്രവാദിയായിട്ടുള്ള ഒരാളെ